ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ MV വ്ലോഗ്സ്. അപ്പോൾ ഇപ്പം സമയം രാവിലെ 5:30 സമയമാണ്. അപ്പം നിങ്ങൾ വിചാരിക്കും എൻ്റെ കൂടെ വേറെ ഒരാളും കൂടി ഉണ്ട്. ഹലോ, ഹായ്. ഞങ്ങൾ ഈ 5:30 എങ്ങോട്ടേക്കാണ് പോണേ എന്ന് എല്ലാവരുടെയും മനസ്സിൽ ചോദ്യം വന്നില്ലേ? ആ ചോദ്യത്തിന്റെ ഉത്തരവുമായിട്ട് ഞാൻ കുറച്ച് കഴിഞ്ഞാൽ എത്തുന്നതായിരിക്കും. എന്തായാലും ഈ സമയത്ത് സാധാരണ ആൾക്കാർ എങ്ങോട്ടേക്ക് പോവാ? വല്ല അമ്പലത്തിക്കോ അങ്ങനെ പള്ളിയിലേക്കോ പ്രാർത്ഥിക്കാനോ അങ്ങനെയൊക്കെ, മോർണിംഗ് വാക്ക് അങ്ങനെയൊക്കെ ആയിരിക്കും. എന്തായാലും വണ്ടി എടുത്തോണ്ട് അങ്ങോട്ട് മോർണിംഗ് വാക്കിനൊന്നും അല്ല പോണേ. ഞങ്ങളൊരു സംഭവത്തിന്റെ സീക്രട്ട് തേടിയിട്ടുള്ള യാത്രയിലാണ്. രാവിലെ 5:30 ഇപ്പൊ കുറച്ച് ദിവസങ്ങളായിട്ട് കാണാറില്ല, കാരണം ലോക്ക്ഡൌൺ ആയതുകൊണ്ട്. ഈ 5:30 സമയമൊന്നും ഞാൻ കണ്ടിട്ടേ ഇല്ല. അതുകൊണ്ട് കൺമഷിയൊന്ന് തേച്ചിട്ട് കണ്ണൊന്നും മെഴിയുന്നില്ല. എന്തായാലും ഈ യാത്ര എന്തായാലും ഒരു എക്സൈറ്റിംഗ് യാത്രയായിരിക്കും കേട്ടോ. ഞാൻ അവിടെ എത്തിയിട്ട് പറയാം എന്തിനെ തേടിയിട്ടുള്ള യാത്രയാണ് ഇത്. ഡു യു നോ വേർ വി ആർ ഗോയിങ്? Yes, I know where we are going. അന്ന് ഇപ്പൊ പറയണ്ട, അവിടെ കാണാം. ആ സംഭവത്തിന്റെ യാത്രയിൽ വേറൊരാള് ഞങ്ങൾക്ക് വഴിന്ന് വീണ് കിട്ടി. ഹായ്, നേരം പെരവരാന്ന് അതന്നെ പിളർന്നു. എല്ലാവർക്കും കിള്ളി പോയിരിക്കുകയാണ്. രാവിലെ ഇപ്പൊ 6 മണിയായി. അതായത് വിപിൻ അളിയന്റെ അവിടെ അളിയന്ന് ഇപ്പൊ വിളിക്കണ്ടല്ലേ ബ്രോ വിളി. അപ്പൊ നമ്മൾ എവിടെ പോണേന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ. ഒരു സീക്രട്ട് സംഭവത്തിനാണ് പോണത്. ആ സീക്രട്ടിന്റെ പിന്നിലുള്ള ബുദ്ധി ഇദ്ദേഹത്തിന്റെ ആണ് അല്ലെ? എന്നാലും ഓക്കെ. അപ്പൊ നമ്മള് ഇപ്പൊ എത്ര മിനിറ്റും കൂടി ഉണ്ട് ഇവിടുന്ന്? 6 minutes കൂടി ഉണ്ട്. എന്നിട്ട് നമ്മൾ ആ സ്ഥലത്ത് എത്തുട്ടോ. ഓക്കെ, ഞങ്ങൾ ഉറങ്ങിയില്ലെങ്കിൽ ബാക്കി ബ്ലോഗ് ചെയ്യാം. ചേച്ചി, ചന്തപ്പറമ്പ് കമ്മ്യൂണിറ്റി ഹാള് നേരാണോ? ചന്തപ്പറമ്പ് കമ്മ്യൂണിറ്റി ഹാളിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങോട്ട് പോകണ്ടേ? പിന്നെ അതെന്തിനാ ചോദിച്ചേ? അങ്ങനെ ഞങ്ങൾ ആ സ്ഥലത്ത് എത്തി. ചേട്ടാ, മാസ്ക് റിമൂവ് യുവർ മാസ്ക്. ഞങ്ങൾ മറ്റേ രാവിലെ ആരും അടിക്കാൻ പോണ മാതിരി ഉണ്ട്, ഉറങ്ങാതെ എന്നൊക്കെ ചോദിക്കണ പോലെ ഉണ്ട്. എന്തായാലും ആ സസ്പെൻസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇവിടുന്ന് പറയാം നമുക്ക്. വെയിറ്റ്, കമോൺ. അതായത് നമ്മുടെ കൊച്ചിയില് ഇഡ്ഡലിന് ഒരു പുതിയ ടൈപ്പ് ഓഫ് ബിരിയാണി വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ചുമ്മാ കടയിൽ കയറിയിട്ട് ചേട്ടാ 2 പ്ലേറ്റ് ബിരിയാണി എന്ന് പറയുന്നതില് ഒരു രസം ഞാൻ കണ്ടില്ല. അപ്പൊ ഐ തോട്ട് അതിന്റെ സീക്രട്ട് റെസിപ്പിയും അതെങ്ങനെയാണ് അതിന്റെ ബാക്കിൽ സംഭവിക്കുന്ന കഥയും കൂടി നിങ്ങൾക്ക് കാണിച്ചെന്നാലല്ലേ നിങ്ങൾക്ക് അത് ഓർഡർ ചെയ്യാൻ ഒരു ഇഷ്ടം തോന്നുള്ളൂ അല്ലേ? വൈ ഗൈസ്, 5:30 6:30 ഓക്കെ. സോ ആ ബിരിയാണിന്റെ സീക്രട്ട് റെസിപ്പിയാണ് ഇപ്പൊ നമ്മൾ കാണാൻ പോകുന്നത്. ഒന്നും പറഞ്ഞു തരില്ലാന്നുണ്ട്, പക്ഷെ എന്നാലും ആ കുക്കിംഗ് എങ്ങനെയാണെന്ന് കാണാൻ ആഗ്രഹമില്ലേ? ഉണ്ട്. കമോൺ, ലെറ്റ്സ് ഗോ. ഈ രാവിലെ 6 മണി എന്നൊക്കെ പറഞ്ഞപ്പോ സംഭവം ഞങ്ങൾക്ക് പണി വാളോ ബിരിയാണി ഉണ്ടാക്കുന്നത് കാണാൻ പറ്റുമോ എന്നൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ സെറ്റ് ആവുന്നേ ഉള്ളൂ. നമുക്ക് പറഞ്ഞുതരാൻ നമ്മുടെ സ്വന്തം ചേട്ടന്റെ പേരെന്താ? ശ്യാം ചേട്ടനാണ് ഓൾ ഇൻ ഓൾ. അപ്പൊ ശ്യാം ചേട്ടൻ നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും. ഇവിടെ നമ്മുടെ ഷെഫ് ഏട്ടനൊക്കെ എല്ലാരും പണി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ എന്താണ് നമ്മുടെ ബിരിയാണിന്റെ പ്രത്യേകത? ബിരിയാണി നമ്മുടെ പ്രത്യേകത എന്ന് പറഞ്ഞാല് നമ്മുടെ ഒരു യുണീക്ക് റെസിപ്പിയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ അതാണ് പ്രത്യേകത. വേറെ കൊച്ചിയിൽ എവിടെ ഇപ്പൊ ഞാൻ കുസാറ്റിൽ പഠിച്ചാണ് 4 കൊല്ലം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു വീണ്ടും 2 കൊല്ലം സപ്ലി കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പൊ ഞാൻ ടോട്ടൽ ഒരു 6 വർഷം കൊച്ചിയിൽ പല സ്ഥലത്തായിട്ട് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ഒരു
മലബാറിന്റെ റിയൽ ടേസ്റ്റ് എനിക്ക് എവിടെയും കഴിക്കാൻ പറ്റില്ല. പല സ്ഥലത്തും സ്പെഷ്യൽ ദം ബിരിയാണി, മലബാർ ദം ബിരിയാണി എന്നൊക്കെ പറയുമെങ്കിലും എവിടെ നോക്കിയാലും അതെ പക്ഷെ അതൊരു റിയൽ ദം ബിരിയാണി ആയിട്ട് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. ദം ബിരിയാണി എന്ന് പറയുമ്പോൾ നമ്മളെ ചിക്കൻ ഫ്രഷ് ആയിട്ട്, അത് റോ ആയിട്ട് ഇതിൽ വെച്ചിട്ട് ഇപ്പം കാണാൻ പറ്റും. ഇപ്പോൾ ചിക്കൻ റോ ആയിട്ട് ചെമ്പിൽ വെച്ചിട്ട് പിന്നെ ബാക്കി എല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം പിന്നെ സീൽ ചെയ്തതിന് ശേഷമാണ് ലൈറ്റ് അപ്പ് ചെയ്യണത്. ബാക്കി സ്ഥലത്തൊക്കെ ചെയ്യുന്നത് ആദ്യം ചിക്കൻ ഹാഫ് കുക്ക് ചെയ്യും, ഹാഫ് ബോയിൽ ചെയ്യും, അല്ലെങ്കിൽ ഹാഫ് ഫ്രൈ ചെയ്യും, പിന്നെ അതിന് ശേഷമാണ് റൈസിൻ്റെ കൂടെ മിക്സ് ചെയ്യുന്നത്. പക്ഷെ അങ്ങനെ എല്ലാം അവിടെ ചെയ്യണം. ഒരു ടിപ്പിക്കൽ ദം ബിരിയാണി സ്റ്റൈലിലാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ കിണറ്റിലെ വെൽ വാട്ടറാണ് യൂസ് ചെയ്യണത്. നാച്ചുറൽ വാട്ടർ യൂസ് ചെയ്യുമ്പോൾ ബിരിയാണിക്ക് ഒന്നുകൂടി ഫ്ലേവർ വരും, ടേസ്റ്റ് കൂടും. നാച്ചുറൽ വെൽ വാട്ടർ ആണെങ്കിലും ടെസ്റ്റഡ് ആണ്, ഗവൺമെൻറ് അപ്രൂവ്ഡ് ആണ്, അങ്ങനെയില്ല. അതിനുശേഷം പിന്നെ നമ്മൾ ചിരട്ട മാത്രമാണ് യൂസ് ചെയ്യുന്നത് കത്തിക്കാൻ വേണ്ടിയിട്ട്. ചിരട്ട യൂസ് ചെയ്യേണ്ട ഒരു ഇതെന്താണെന്ന് വെച്ചാൽ അതായത് ആ ചെമ്പിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഒരുപോലെ തീ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ചിരട്ട ഇസ് ലൈക്ക് ഇറ്റ് വിൽ ബി ലെയേർഡ് യുണീക്ലി. വേറെ ഒന്നും അങ്ങനെ ഇതായിട്ട് കിട്ടില്ല, ചെയ്യാൻ പറ്റില്ല. പിന്നെ ചിരട്ടയ്ക്ക് ഒബിയസ്ലി ഹീറ്റ് കൂടുതലാണ്. ഇറ്റ് ഹാസ് മോർ ഹീറ്റ് കണ്ടന്റ്. ഈ ഗ്യാസ് ഒക്കെ വെക്കണ പിള്ളേർക്ക് ഇതൊക്കെ വല്ലതും അറിയോ? എനിക്ക് അറിയില്ലായിരുന്നു. ചിരട്ടയ്ക്ക് ഹീറ്റ് കണ്ടന്റ് കൂടുതലാണ്, അപ്പൊ ചിരട്ട യൂസ് ചെയ്യണത്. പിന്നെ ബാക്കി യുണീക്ക് റെസിപ്പിയാണ്. ബാക്കി എന്ത് കഴിച്ചു നോക്കും, ബാക്കി കഴിച്ചു നോക്കിയിട്ട് പറയാൻ പറ്റുള്ളൂ. നമ്മള് റെസിപ്പിന്റെ അതായത് റെസിപ്പി ഫുൾ നമ്മൾ റിവീൽ ചെയ്യില്ല, പക്ഷെ ആ ഒരു രീതി എങ്ങനെയാണ് ഇവര് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചേട്ടനാണ് ഷെഫ് അല്ലേ? അതെ. ചേട്ടന്റെ പേരെന്താ? ഖാലിദ്. ഓക്കെ, ഖാലിദ് ചേട്ടൻ റെസിപ്പി സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് അവിടെ കുക്കിംഗ്. അപ്പൊ നമുക്ക് വഴിയെ കാണാം. ഓക്കെ. അതെ. എന്തായാലും അവിടെ റെഡി ആവുന്ന ആ ടൈമിൽ നമുക്ക് ബാക്കി കാര്യങ്ങൾ ചോദിക്കാം. എങ്ങനെയാണ് ഈ ബിരിയാണി കൊച്ചിയിലേക്ക് ഇങ്ങനെ നമുക്ക് സ്പെഷ്യൽ ബിരിയാണി ഇറക്കാം, അല്ലെങ്കിൽ ഈ ഒരു ബിസിനസ് ആയിട്ട് ഇത് മാറ്റാം എന്ന് വിചാരിച്ചത്? അല്ല, ആയിട്ട് ഞാൻ പറഞ്ഞില്ലേ, കുസാറ്റിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ബിരിയാണി നമ്മൾ പല സ്ഥലത്തും കഴിച്ചിട്ടുണ്ട്. ആക്ച്വലി പേഴ്സണലി ഞാനൊരു ബിരിയാണി ലവറാണ്. ബിരിയാണി ഞാൻ പല സ്ഥലത്തും കഴിച്ചിട്ടുണ്ട്. പക്ഷേ ആ ഒരു റിയൽ മലബാർ ബിരിയാണിയുടെ, അല്ലെങ്കിൽ നമ്മുടെ അവിടെ കിട്ടുന്ന, സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മളവിടെ കല്യാണത്തിന് കിട്ടുന്ന ഒരു ബിരിയാണി. നാട് മലപ്പുറമാണ്. ആണോ? എന്റെ ശരിക്കും നാട് മലപ്പുറമാണ്. മലപ്പുറം നിലമ്പൂരാണ് അച്ഛൻ. നിലമ്പൂരാണ്. ഓക്കെ. ഞങ്ങൾ പെരിന്തൽമണ്ണയാണ്. അതെ. അപ്പൊ ആ ഒരു കല്യാണത്തിനോ കിട്ടുന്ന ഒരു ബിരിയാണിയുടെ അതിനൊരു എസെൻസ് ഉണ്ട്. ആ ഫീൽ ഇവിടെ എവിടെയും ഒരു ബിരിയാണിക്കും കിട്ടിയിട്ടില്ല. നമ്മൾ അതേ ഫീലോട്ട് ബിരിയാണി കൊണ്ടുവന്നാൽ അത് കൊച്ചിയിൽ അത് ഹിറ്റ് ആവുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ലായിരുന്നു. പക്ഷെ അത് എങ്ങനെ കൊണ്ടുവരുന്നുള്ളതായിരുന്നു. അതായത് ഒരുപാട് ആൾക്കാർ ബിരിയാണി കൊടുക്കുന്നുണ്ട്, ഒരുപാട് എസ്റ്റാബ്ലിഷ്ഡ് കോമ്പറ്റീറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ അവരുടെയൊക്കെ മുന്നിൽ എങ്ങനെ പിടിച്ചു വെക്കും? അപ്പോൾ നമ്മളിങ്ങനെ ആലോചിച്ചപ്പോൾ, ഞാൻ മുംബൈയിലാണ് വർക്ക് ചെയ്തത്. അപ്പോൾ അവിടെ സെൻട്രൽ ഗവൺമെൻറ്റിലായിരുന്നു. അത് റിസൈൻ ചെയ്തിട്ടാണ് ഞാൻ പോകുന്നത്. അപ്പോൾ അവിടെ ഒരു ഡെലിവറിങ് കൾച്ചർ അവിടെ ഭയങ്കര കൂടുതലാണ് മുംബൈയിൽ. കാരണം അവിടുത്തെ പാക്കേജിങ് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നമ്മുടെ പാക്കേജിങ്, അതുപോലെ നമുക്ക് നമ്മുടെ പാക്കേജിങ്ങിൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് നമ്മുടെ ഡെലിവറിങ് കൾച്ചർ, ആൾക്കാർക്ക് ഡെലിവറിങ് കൾച്ചർ ഒരു ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ അതിന് നല്ല പാക്കേജിങ് കൊടുത്തിട്ട് നല്ല രീതിയിൽ ഡെലിവറി ചെയ്ത് കൊടുക്കണമെന്നുള്ളൂ. അങ്ങനെയാണ് ഇപ്പോൾ ഈ ബിസിനസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അതെ. ഇപ്പോൾ അധികമായിട്ടില്ല, 10 days. അതെ. കാരണം എന്താ അറിയോ, ഇൻസ്റ്റാഗ്രാമിൽ പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം നമ്മളുടെ എന്തായിരുന്നു ബിരിയാണി ഗോഡ് എന്ന് പേര് കണ്ടിട്ടാണ് നമ്മൾ ഇവിടേക്ക് എത്തിയത്. നമ്മുടെ അളിയന്റെ ഒരു ത്രൂ ഞങ്ങൾ എത്തിയതാണ്. അതെ. പക്ഷെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് 10 days ആയിട്ടുള്ളെങ്കിലും നമ്മളൊരു 15 days ഇത് ടെസ്റ്റ് ചെയ്തു. ആക്ച്വലി നമ്മൾ പല പേർക്ക്, പല ഒരു സൊസൈറ്റിയിൽ തന്നെയുള്ള പല ആൾക്കാർ കൊടുത്തിട്ട് നമ്മൾ റിവ്യൂസ് കളക്ട്. അതെ. അപ്പൊ അവരൊക്കെ പോസ്റ്റ് ചെയ്തു. ഇപ്പൊ ഉദാഹരണത്തിന് ഇവര് പറഞ്ഞപ്പോ നവ്യ നായർ, വിനയ് ഫോർട്ട്, പിന്നെ നമ്മുടെ മാർട്ടിൻ പ്രക്കാട്ട്, ഒന്നും പറയണ്ട, എന്നാലും നമ്മൾ അവർക്ക് കൊടുത്തു. അതെ. നമ്മൾ അവർക്ക് കൊടുത്തു. എന്നിട്ട് അവരുടെ റിവ്യൂസ് എടുത്തു. എല്ലാവർക്കും ആർക്കും സജഷൻസ് ഒന്നും ഇല്ലായിരുന്നു, പക്ഷെ എല്ലാവർക്കും നല്ലത് ഒരുപാട് പറയാനുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ കുറച്ചുകൂടി കോൺഫിഡന്റ് ആയി ടു ഡു ഇറ്റ്, ടു ഗെറ്റ് ഇറ്റ് ഡൺ ഫോർ പബ്ലിക്. അപ്പൊ നന്നായി. അപ്പൊ ഇപ്പൊ അടിപൊളിയായി പോകുന്നു. ആൻഡ് ഈ സംഭവം എന്താണെന്ന് വെച്ചാൽ, ഈ അരിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞു, ചേട്ടാ വെയിറ്റ്, മൈക്ക് വെച്ചിട്ട് നമുക്ക് എല്ലാവരോടും കൂടി പറയാന്ന്. അപ്പോൾ ശരിക്കും പറഞ്ഞ ബിരിയാണി കഴിക്കുമ്പോൾ നമുക്ക് ആ റൈസ് മോശമാണെങ്കിൽ പിന്നെ ബിരിയാണിക്ക് എത്ര ടേസ്റ്റ് ഉണ്ടായിരുന്നു കാര്യമില്ല. അപ്പോൾ
എന്തോ സീക്രട്ട് പറയാനാണ് വന്നത്. സീക്രട്ട് അല്ല ഞാൻ പറയാൻ വന്നത്, അതായത് നമ്മള് ആ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് ചെയ്യണമെന്ന് പറയാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പൊ ഇതെന്ന് പറയണത് ഈ കൈമ റൈസ് ചെറിയ റൈസാണ്. അപ്പൊ ഈ ചെറിയ റൈസിലെ ഫസ്റ്റ് ക്വാളിറ്റി കൈമയാണ്. അലിഫ് ലൈല എന്നുള്ള ഒരു കമ്പനിയുടെ ഫസ്റ്റ് ക്വാളിറ്റി കൈമയാണ്. അപ്പൊ ഞാൻ ഇതിന്റെ ഒരു അരോമ, ഇതിന്റെ സ്മെല്ലൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാനിന്ന് കൊണ്ടുവന്നത്. അപ്പൊ സ്മെല്ല് നോക്കുമ്പോ തന്നെ അരോമ കഴിക്കരുത്, ബ്രേക്ക്ഫാസ്റ്റ് അല്ലാന്ന് ഇല്ലേ, കൊള്ളാം. ഓക്കെ, അപ്പൊ അതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ റോ റൈസ് എടുത്തത്. ബാക്കി അതുപോലെ തന്നെ സ്പൈസസ് എല്ലാം നമ്മള് ഇടുക്കിന്ന് ഡയറക്റ്റ് കൊണ്ടുവന്ന സ്പൈസസ് ആണ്, ക്ലാസ് എ. അത് ഞാനൊന്ന് കാണിച്ചു തരാം വേണമെങ്കിൽ. അതിൽ വരുന്ന തക്കോലൊക്കെ ശരിക്കും സ്റ്റാർ ആണ്, റിയൽ സ്റ്റാർ ആണ്. പിന്നെ എന്തായാലും കറുവാപ്പട്ടയ്ക്ക് ഏകദേശം ഈ ലെങ്ത് വരുന്ന വലിയ പട്ടകളാണ്. പിന്നെ അതിലെല്ലാ സ്പൈസസും ഗ്രാമ്പൂ, ഏലക്ക എല്ലാം ഫസ്റ്റ് ക്വാളിറ്റി ക്ലാസ് എ സ്പൈസ്. അതിൽ ഈ ഇടുക്കിയിൽ അത് ക്ലാസ് അനുസരിച്ചിട്ടാണ് കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത്, ക്ലാസ് എ ബി സി ഡി. ഇവിടെ മാർക്കറ്റിലൊക്കെ വരുന്നത് സി ആണെന്നാണ് നമ്മൾ അന്വേഷിച്ച് പറഞ്ഞാൽ പറ്റിയത്. അപ്പോൾ നമ്മൾ ക്ലാസ് എ ഒക്കെ എക്സ്പോർട്ട് ക്വാളിറ്റിയാണ്, നമുക്ക് കിട്ടാറില്ല. പക്ഷെ നമ്മൾ നമ്മുടെ ഒരു ഫ്രണ്ട് വഴി നമ്മൾ സോഴ്സ് ചെയ്തതാണ്. ക്ലാസ് എ നമുക്ക് അത് തന്നെ ചെയ്ത് തരണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെ സോഴ്സ് ചെയ്തതാണ്. അപ്പോൾ സ്പൈസസ് ക്ലാസ് എ ആണ്. പിന്നെ വെജിറ്റബിൾസ് അതുപോലെ നമ്മൾ ഒരുപാട് കെയർ കൊടുത്തിട്ടാണ് എടുക്കുന്നത്. ചിക്കൻ ആയാലും ഇവിടെ ബ്രൂ ചെയ്ത ചിക്കനാണ്, അതായത് നമ്മുടെ ചോറ്റാനിക്കര ഫാമിൽ ചെയ്ത ചിക്കനാണ്. തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചിക്കൻ അല്ല, നമ്മൾ യൂസ് ചെയ്യാറില്ല. അപ്പോൾ ഇവിടെയുള്ള ആള് അത് നമുക്കൊരു പേഴ്സണലി അറിയുന്ന ഒരു പുള്ളിയാണ്. അപ്പോൾ ആള് കുറച്ചുകൂടി കെയർ കൊടുത്തിട്ട് ചെയ്യുന്ന ചിക്കനാണ്. അപ്പോൾ നമ്മൾ എല്ലാ ഇൻഗ്രീഡിയൻസിലും ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അയ്യോ, അപ്പൊ ഇത്രയും ദൂരം വന്നത് വേസ്റ്റ് ആയില്ല എന്ന് മനസ്സിലായി. ഞാൻ സീക്രട്ട് ഉണ്ട്. ഇപ്പൊ എല്ലാവർക്കും ബിരിയാണി ടേസ്റ്റ് ചെയ്യാനുള്ള ഒരു ആക്രാന്തം വന്നിട്ടുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. എന്തായാലും ഇവിടെ എന്ത് സ്റ്റാർട്ട് ചെയ്തിട്ടില്ലല്ലോ, പക്ഷെ ഭയങ്കര സ്മെല്ലായല്ലോ. ഇത് ഉച്ചവരെ പിടിച്ചെന്ന് എനിക്ക് തോന്നുന്നില്ല. നല്ല ഇപ്പൊ തന്നെ വഴറ്റലൊക്കെ തുടങ്ങിയിട്ടല്ലോ, പക്ഷെ നല്ല കൊള്ളാം. ഓക്കേ, ഇനി എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് പറയണ്ടെങ്കിൽ ഫോർത്ത് നമ്മ ഇത് കണ്ടു കഴിഞ്ഞാൽ അപ്പൊ എത്തണം. കലൂർ ഔട്ട്ലെറ്റ് ഉണ്ട്, അവിടെ പോയിട്ടാണ് നമ്മൾ ദമ്മ് പൊട്ടിക്കുന്നത്. ഇഷ്ടംപോലെ വിശേഷം പറയാനുണ്ട്. എന്തായാലും കലൂർ ഔട്ട്ലെറ്റിലേക്ക് ആൾക്കാർ ഇടിച്ചു കയറും. ഓക്കെ, അങ്ങനെ നമ്മളുടെ ബിരിയാണി ദം ഇട്ട് കഴിഞ്ഞു. ഇതിന്റെ ബാക്കി കാര്യങ്ങൾ കുറച്ചുകൂടി സീക്രട്സ് പറയാണ്ട്. റൈസ് അല്ലേ? അതെ, റൈസ് എങ്ങനെയാണ്? റൈസ് നമ്മള് ഇതിൽ ഹാഫ് ബോയിൽ അല്ല, ഒരു 30% ബോയിൽ ചെയ്തിട്ടാണ് പിന്നെ ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. കാരണം ബിരിയാണിയിൽ വെള്ളം വരില്ല, റൈസ് ബോയിൽ ആവാൻ വേണ്ടിയിട്ട് വെള്ളം വേണം. അപ്പോൾ ഫുൾ ദം ഇട്ട് കഴിഞ്ഞാൽ ആ വെള്ളം വലിഞ്ഞു പോകാനുള്ള ഇതില്ല. അതൊരു പ്രഷർ കുക്കർ പോലെയാണല്ലോ ആക്ട് ചെയ്യണത്. അത് അതിനുള്ളിൽ തന്നെ വെള്ളം നിൽക്കും. അതുകൊണ്ട് നമുക്ക് വെള്ളം ഒഴിച്ച് ഇതിൽ ബോയിൽ ചെയ്യാനുള്ള ഒരു ഇതില്ല. അതുകൊണ്ട് നമ്മൾ 40% ബോയിൽ ചെയ്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. പിന്നെ ബാക്കി ചിക്കനും മറ്റേ ടൊമാറ്റോസ്, ഓണിയൻസ് അതിൽ നിന്നൊക്കെ വരുന്ന വെള്ളത്തിലാണ് ബാക്കി റൈസ് കുക്ക് ആവുന്നത്. ചിക്കനും ബോയിൽ ചെയ്തിട്ടൊന്നല്ല, അല്ല, ചിക്കൻ അങ്ങനെ തന്നെയാണ് ഇട്ടേക്കുന്നത്. പിന്നെന്തോ പറഞ്ഞല്ലോ, അതെ, അത് നമ്മള് ലെയറിങ് അങ്ങനെയാണ്. ഇപ്പോൾ ആദ്യത്തെ ഫസ്റ്റ് വന്ന ലെയർ 30% കുക്ക്ഡ് ആയിരിക്കുള്ളൂ, പിന്നെ 40, പിന്നെ 50. അതിനനുസരിച്ച് ഈ നമ്മുടെ തീയിന്ന് എത്രത്തോളം ഡിസ്റ്റൻസ് ഉണ്ടോ അതിനനുസരിച്ച് അതിന്റെ എന്താ പറയുക ലെവൽ ഓഫ് കുക്കിംഗ് അത് മാറിയിരിക്കും. ഓക്കെ, ഇനി ഞാൻ കുറച്ചുകൂടി ചോദിച്ചു കഴിഞ്ഞാൽ ബിരിയാണി മൊത്തത്തിൽ പറഞ്ഞെന്നാ ചേട്ടൻ എന്നെ ഇതൊന്നും ടെലികാസ്റ്റ് ചെയ്യാൻ സമ്മതിക്കില്ല. ബാക്കിയൊന്നും ഞങ്ങൾ റിവീൽ ചെയ്യില്ല. ആൻഡ് ബാക്കി നമ്മൾ കുക്കിംഗ് മാത്രമല്ലല്ലോ, കുക്കിംഗ് എനിക്ക് തോന്നുന്നു പിന്നെ ഈസിയാണ്. അതായത് അത് മെയിൻറ്റെയിൻ ചെയ്യുക, അതിൻ്റെ ക്ലീൻ ആയിട്ട് വെക്കുക, വാഷിങ് കാര്യങ്ങളൊക്കെയാണ് വേറെ കാര്യങ്ങൾ. അപ്പോൾ വേസ്റ്റ് മാനേജ്മെന്റ് അതുണ്ട്. വേസ്റ്റ് മാനേജ്മെന്റ് പറയാന്ന് വെച്ചാൽ നമ്മൾ മെയിനായിട്ട് വരെ ഓയിൽ കണ്ടന്റ് ഉള്ള ഇതും വേസ്റ്റ് വാട്ടറും ഓയിൽ കണ്ടന്റ് ഇല്ലാത്ത വേസ്റ്റ് വാട്ടറാണ്. സോളിഡ് വേസ്റ്റ് അങ്ങനെ വരാറില്ല. പൊതുവെ ബിരിയാണി മാത്രമല്ല നമ്മൾ കുക്ക് ചെയ്യണുള്ളൂ. അപ്പോൾ ബിരിയാണി അവിടെ വെച്ച് മിക്കവാറും സോൾഡ് ഔട്ട് ആവാറുണ്ട്. ഇതുവരെ ഫുഡ് വേസ്റ്റ് ബാക്കി വന്നിട്ടില്ല. പിന്നെ ബാക്കി വരാറുണ്ടെങ്കിൽ നമ്മൾ എറണാകുളത്ത് നോർത്ത് പാലത്തിൻ്റെ അടിയിൽ നമ്മളുടെ
ആൾക്കാർക്ക് കൊണ്ടുപോയി കൊടുക്കാറുണ്ട് സാധാരണ. ഒരു 2 ദിവസം ഞങ്ങൾ അങ്ങനെ ചെയ്തിരുന്നു. ബാക്കി വന്നപ്പോൾ നമ്മൾ അലുമിനിയം ഫോയിൽ കണ്ടെയ്നറിലാക്കിയിട്ട് അവർക്ക് കൊണ്ടുപോയി കൊടുത്തിരുന്നു. അവരും നല്ല അഭിപ്രായമാണ് നമ്മളോട് പറഞ്ഞത് അവിടെ. പിന്നെ ഇവിടെ വേസ്റ്റ് വാട്ടർ മാനേജ്മെന്റ് ആണ് ഇവിടെ മെയിനായിട്ട് വരുന്നത്. അതിൽ ഇത് ഒരു വേസ്റ്റ് വാട്ടർ പിറ്റാണ്, പക്ഷെ ഇത് നോർമൽ വേസ്റ്റ് വാട്ടറിന്റെ പിറ്റാണ്. ഇതിന്റെ തന്നെ അടിയിലേക്ക് ഇതിപ്പോൾ ഒരു 6 അടി താഴ്ചയുള്ള കുഴിയാണ്. അതിലൊരു അടി ഞങ്ങൾ ഒരു ഹാഫ് ചാർക്കോൾ, പിന്നെ ഇഷ്ടിക, പിന്നെ ചാർക്കോൾ, പിന്നെ മണൽ, അങ്ങനെ ഒരു ഫിൽറ്ററിംഗ് സിസ്റ്റം ഉണ്ടല്ലോ. ഒരു ഫിൽറ്ററിംഗ് സിസ്റ്റം, ഒരു 2 അടി ഫിൽറ്ററിംഗ് സിസ്റ്റം ഉണ്ടാക്കിയിട്ട് നമ്മൾ നോർമൽ വാട്ടർ ഇതിലേക്ക് ഒഴുക്കി വിടുകയാണ് ചെയ്യുന്നത്. ഓയിൽ അത് ഈ സിങ്കിലാണ് വാഷ് ചെയ്യുന്നത്. ഞാൻ ഇപ്പോൾ നിൽക്കുന്ന സിങ്ക്. ഇത് ഓയിൽ കണ്ടന്റ് ഉള്ള യൂട്ടൻസിൽസ് ഒക്കെ വാഷ് ചെയ്യുന്ന സിങ്കാണ്. അപ്പോൾ അത് റൂട്ട് ചെയ്തിരിക്കുന്നത് ഞങ്ങൾ കണ്ടെയ്ൻഡ് ഒരു വാട്ടർ ടാങ്കിലേക്കാണ്. അതായത് ഓയിൽ കണ്ടന്റ് ഉള്ള വാട്ടറും ഓയിൽ കണ്ടന്റ് ഉള്ള മെറ്റീരിയൽ ഐറ്റംസും നമ്മൾ മണ്ണിലേക്ക് വിടരുത് എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി നമ്മളത് കണ്ടെയ്ൻ ചെയ്ത് അവിടെ നിർത്തിയിരിക്കുകയാണ്. പിന്നെ ശ്രദ്ധിച്ചിട്ടാണ് ഇപ്പൊ നമ്മള്, അതായത് ഇപ്പൊ നമ്മൾ കാണുമ്പോൾ ഒരു റെസ്റ്റോറന്റ് ഫീൽ ഇല്ലാത്തവർക്ക് തോന്നും ഇതിപ്പോ എന്താ വീട്ടിലുണ്ടാക്കണം, മീൻസ് അതായത് ഒരു ശരിക്കും പറഞ്ഞാൽ വീട്ടിൽ തന്നെ നമ്മൾ കുക്ക് ചെയ്യുന്ന ഒരു ഫീലാണ്. പക്ഷെ ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ ടേക്ക് കെയർ ചെയ്തിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഓയിൽ കണ്ടന്റ് ഉള്ള വാട്ടർ ഒന്നും നമ്മൾ മണ്ണിലേക്ക് വിടുന്നില്ല. അത് നമ്മളിവിടെ ടാങ്ക് വെച്ചിട്ട് ഒരു 10,000 ലിറ്റർ ടാങ്കാണ്. അത് നിറയുമ്പോൾ നമ്മൾ വേറൊരു ടീമിനോട് പറഞ്ഞാൽ അവർ കെയർഫുള്ളി അത് ടേക്ക് കെയർ ചെയ്തോളും. ഓക്കെ, അപ്പോൾ മൊത്തത്തിൽ ബിരിയാണീന്റെ കഥകൾ നമ്മൾ അറിഞ്ഞു. ഇനി എന്താ അറിയോ, എനിക്ക് സങ്കടം, ഇത് ഇവിടുന്ന് പൊട്ടിക്കില്ല, നിങ്ങൾ വീട്ടിൽ പൊക്കോന്ന് ചേട്ടൻ പറഞ്ഞു. അതായത് ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഔട്ട്ലെറ്റിലായിരിക്കും. ഔട്ട്ലെറ്റിൽ ഏകദേശം ഇത് എത്ര മണിക്കൂർ ദം വയ്ക്കും? ഒരു 2.5 3. അതായത് ബീഫ് അങ്ങനത്തെ മീറ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് 3 hours മുകളിൽ വെക്കണം. പക്ഷെ ഇത് ബ്രോയിലർ മീറ്റ് ആയതുകൊണ്ട് 2-2.5 മണിക്കൂർ. എന്നിട്ട് അവിടെ നിന്നല്ലേ ദം? അതെ അതെ അതെ. അപ്പൊ നമ്മൾ ഇനി വെയിറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. ഞങ്ങൾ സങ്കടത്തോടു കൂടി ഇവിടുന്ന് പോകേണ്ട അവസ്ഥയാണ്. എന്നിട്ട് ഔട്ട്ലെറ്റ് പോയിട്ട് ഞങ്ങൾ ദം പൊട്ടിക്കും. എൻ്റെ അവിടുന്ന് ചേട്ടൻ ബിരിയാണി തരും ഇതുവരെ പറഞ്ഞിട്ടില്ല, ഞാൻ വാങ്ങിക്കും. എന്നിട്ട് ഞങ്ങൾ ടേസ്റ്റ് ചെയ്യും. ഓക്കെ, സോ നമുക്ക് ഔട്ട്ലെറ്റിൽ വെച്ച് കാണാം. ഓക്കെ, അങ്ങനെ നീണ്ട ഇടവേളയ്ക്ക് ശേഷം, അതായത് ഇത്രയും സമയം കഴിഞ്ഞിട്ട് ഞങ്ങൾ ബിരിയാണി കളക്ട് ചെയ്യാൻ വന്നു. റൈസ് ഇല്ല കേട്ടോ, റൈസിന് ബിരിയാണി കഴിക്കാനുള്ള ഒരു യോഗ ഇല്ല. റൈസിന് പോകേണ്ടി വന്നു, അതുകൊണ്ട് അവന് ഞങ്ങൾ ബിരിയാണി കൊടുക്കില്ല. ഞങ്ങളിപ്പോൾ അത് ദമ്മ് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എത്തിക്കഴിഞ്ഞു. ആർ യു റെഡി വിപിൻ ചേട്ടാ? യാ. ദമ്മ് പൊട്ടിച്ചു, നിങ്ങൾ കണ്ടല്ലോ. അത് എല്ലാം സെറ്റ് ആക്കിയിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് അത് എടുത്തിട്ട് ഓടണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ അവിടെയും ഉണ്ട് ഒരു സ്പെഷ്യാലിറ്റി. അതുകൊണ്ട് അത് പറയാതെ പോയി കഴിഞ്ഞാൽ അത് മോശമായിരിക്കും. അപ്പോൾ ചേട്ടാ അതും കൂടി പറഞ്ഞോ, ഞാൻ ആദ്യം കാണിച്ചു കൊടുക്കാം. ഇതാണ് നമ്മളുടെ പാക്കിംഗ്, അതായത് ബിരിയാണി ഗോഡ്. അതാരാ പേരിട്ടത്? ഞങ്ങൾ തന്നെയാണ് ബിരിയാണി ഗോഡ്. ഇപ്പോൾ ക്രിക്കറ്റ് ഗോഡ്, ഫുട്ബോൾ ഗോഡ് എന്ന് പറയുന്ന പോലെ ബിരിയാണിക്ക് ഒരു ഗോഡ്. ലോഗോ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് കേട്ടോ. ഒരു ഗോഡിനെ ഇവരെന്നെ സൃഷ്ടിച്ചിട്ടുണ്ട്. കൊള്ളാം. ഓക്കെ, അപ്പൊ ഈ പാക്കിങ്ങിന്റെ വിശേഷം കൂടി പറഞ്ഞു. പാക്കിംഗ് ഫസ്റ്റ് ഓഫ് ഓൾ ഹൈലൈറ്റ് ചെയ്ത് പറയാനുള്ളത്, പാക്കിംഗ് കംപ്ലീറ്റ്ലി ഡീകമ്പോസിബിൾ ആണ്. നോ പ്ലാസ്റ്റിക് ആണ്. ഇത് ഒരു ഷുഗർ കെയിൻ, അതായത് കരിമ്പിന്റെ ചണ്ടി ഉപയോഗിച്ചിട്ട് ഹാർഡ് പ്രസ് ചെയ്ത് ഉണ്ടാക്കുന്ന കണ്ടെയ്നറാണ്. കണ്ടെയ്നർ മണ്ണിലിട്ട 2 ദിവസം കൊണ്ട് ഡീകമ്പോസ് ചെയ്ത് പോകും എവിടെയും. അതായത് ഫ്ലാറ്റിലൊക്കെ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഡയറക്റ്റ്ലി ഗ്രീൻ ബോക്സിൽ ഡിസ്പോസ് ചെയ്യാൻ പറ്റും ടോട്ടൽ. പിന്നെ അത് ബിരിയാണി വരുന്ന കണ്ടെയ്നർ. പിന്നെ ഇത് 2 സലാഡ് ആൻഡ് പിക്കിൾ വരുന്ന കണ്ടെയ്നേഴ്സ് ആണ്. ഇത് 2 പേപ്പറാണ്. പിന്നെ ഇതിന്റെ ലിഡ് വരുന്നത് സ്റ്റാർച്ച് ആണ്. അതെ, പ്ലാസ്റ്റിക് ആണെന്നൊരു കൺഫ്യൂഷൻ ഉണ്ട്. പക്ഷെ ഇതും പ്ലാസ്റ്റിക് അല്ല, സ്റ്റാർച്ച് ആണ്, ഡീകമ്പോസിബിൾ ആണ്. ഇതിങ്ങനെ കീറിയാൽ കീറിപ്പോകും. ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇപ്പൊ ഞാൻ കീറുന്നില്ല, കാരണം എന്റെ സലാഡ് അതിന്റെ ഉള്ളിലുണ്ട്. ടെസ്റ്റ് ചെയ്ത് നോക്കൂ വീട്ടിൽ പോയിട്ട്. പിന്നെ നമ്മൾ ഒരു ബിസിനസ് ക്ലാസ് പാക്കിംഗ് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഏതൊരു ഒക്കേഷനിലും ഓർഡർ ചെയ്ത് ഏതൊരു സിറ്റുവേഷനിലും റിസീവ് ചെയ്ത് കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പാക്കിംഗാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ കട്ട്ലറീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, സ്പൂൺ, ഫോർക്ക്. അതും വുഡൻ ആണ്. ഓക്കെ, ഇത് ഞാൻ
കഴിക്കുമ്പോൾ കാണിക്കാം. ഗുഡ് തന്നെയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളൊരു മീൽ കംപ്ലീറ്റ് ആവാൻ വേണ്ടിയിട്ട് അതിന് കൂടെ ഒരു ഏൾ ഗ്രേ ടീ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഏൾ ഗ്രേ ടീ ബാഗും വിത്ത് 2 ഷുഗർ ഷാഷേസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൽ ഏൾ ഗ്രേ എന്ന് പറഞ്ഞാൽ ബർഗമോട്ട് എന്ന് പറഞ്ഞൊരു സിട്രസ് ഫ്രൂട്ട് ഉപയോഗിച്ചുണ്ടാക്കുന്ന ടീ ആണ്. ഇറ്റ് ഈസ് ഗുഡ് ഫോർ ദ ഡൈജസ്റ്റീവ് സിസ്റ്റം. അടിപൊളി, ശരിയാണ്. കാരണം ബിരിയാണി കഴിച്ച പിന്നെ 2 മണിക്കൂറിലേക്ക് നമുക്ക് നോക്കണ്ട. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നമ്മൾ ഈ ടീയും കൂടി കുടിച്ചാൽ ഞാൻ ചേട്ടാ രാവിലെ 5:30 തൊട്ടിട്ട് ഈ ബിരിയാണി കഴിക്കാൻ വേണ്ടി പിന്നാലെ നടക്കാണ്. എന്തായാലും ഞങ്ങൾ ദമ്മ് പൊട്ടിച്ചു. ബിരിയാണി ഓട്ട് സെറ്റാണ്. ബാക്കി വിശേഷങ്ങൾ നിങ്ങൾ അറിഞ്ഞു. ഇതിന്റെ പ്രോപ്പർ ലൊക്കേഷൻ കൂടി ഒന്ന് പറഞ്ഞു. നമ്മുടെ ഔട്ട്ലെറ്റ് എവിടെയാണ്? നിങ്ങൾ ഉണ്ടാക്കുന്ന സ്ഥലത്തേക്ക് നിങ്ങൾ കേൾക്കില്ല, പക്ഷേ ഔട്ട്ലെറ്റ് കലൂരാണ്. കലൂർ കടവന്തർ റോഡില് നിയർ പാർക്ക് സെൻട്രൽ ഹോട്ടൽ. പാർക്ക് സെൻട്രൽ ഹോട്ടലിനടുത്ത് DTDC ഓഫീസിന്റെ അതിന് തൊട്ടടുത്താണ്. കല്ലൂർ ഔട്ട്ലെറ്റ് ആണ്. പിന്നെ എല്ലാം ശ്രദ്ധിക്കണം, ഡെലിവറിങ് ഔട്ട്ലെറ്റ് ആണ്. നമ്മൾ ഡൈനിങ് ഫെസിലിറ്റി ഇല്ല. പാക്കേജിങ്ങിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് നമ്മൾ ഡെലിവറി ചെയ്യുന്ന ഔട്ട്ലെറ്റ് ആണ്. പിന്നെ നമ്മളോട് വാട്സ്ആപ്പ് നമ്പർ ഉണ്ട്, ഡീറ്റെയിൽസ് ഉണ്ട്, കോൺടാക്ട് ഡീറ്റെയിൽസ് ഉണ്ട്. അതിലൊന്ന് വിളിച്ച് ഓർഡർ ചെയ്താൽ വി വിൽ ഡു ഹോം ഡെലിവറി. ഓക്കെ, അപ്പൊ അതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തേക്കാം. അപ്പൊ ആരെങ്കിലും ബിരിയാണി ഗോഡിൽ നിന്ന് ബിരിയാണി കഴിച്ചില്ല എന്ന് പറയുമ്പോൾ ഇനി ട്രെൻഡ് ആയിരിക്കും ഇതൊക്കെ. അപ്പൊ നിങ്ങൾ ആദ്യം തന്നെ പോയി കഴിക്കുകയായിരിക്കും ഏറ്റവും നല്ലത്. സോ താങ്ക് യു സോ മച്ച് ചേട്ടാ. ഇവിടെ ഒരുപാട് ടീം ഫുൾ ഉണ്ട് കേട്ടോ, പക്ഷെ ചേട്ടനെ മാത്രമാണ് നമുക്ക് കാണാൻ പറ്റിയത്. സോ ഞങ്ങളുടെ ബിരിയാണി ഇതാ എത്തിക്കഴിഞ്ഞു. ഞങ്ങൾക്ക് അവിടെ എന്തായാലും ടേക്ക് അവേസ് മാത്രമേ ഉള്ളൂ. അപ്പൊ ഞങ്ങൾ വീട്ടിൽ കൊണ്ടുവന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. ഇതിന്റെ പാക്കിംഗ് ഭയങ്കര അടിപൊളിയാണല്ലേ. എല്ലാവരും ഒക്കെ പറയണം, ഞാൻ മൈക്ക് എടുത്തിട്ടില്ല. മുന്തിരി പിക്കിൾ ആൻഡ് സാലഡ് ഉണ്ട്. ദിസ് ഈസ് their packing. കൊള്ളാം. ബിരിയാണി ഗോൾഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിന്റെയും വിശേഷങ്ങൾ അവിടുന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. ഇത് എങ്ങനെയാണ് പാക്ക്, വളരെ ഇക്കോ ഫ്രണ്ട്ലി ആയിട്ട്, നോ പ്ലാസ്റ്റിക്സ് ആണ്. കൊള്ളാം, വളരെ സേഫ് പാക്കിംഗ് ആണ്. എടുത്തോളൂ. എല്ലാവരും എന്നെ തല്ലും അല്ലെങ്കിൽ. ഓക്കേ, രാവിലെ തൊട്ട് ഞങ്ങൾ മസാലപ്പൊടി ഇട്ട് ദമ്മ് പൊട്ടിച്ച് വെള്ളം ഇറക്കിയിരിക്കുന്ന സമയമാണ്. സോ ഞങ്ങൾ കഴിക്കാൻ പോവാണ്. ലെറ്റ്സ് ഓപ്പൺ ഇറ്റ്. അപ്പൊ ഞങ്ങൾ 3 പേര് റിവ്യൂ പറയും കേട്ടോ. ഞാൻ ശരിക്കും വെജിറ്റേറിയൻ ആയിരുന്നു കുറെ കാലം മീൻസ് നാട്ടിൽ വന്നതിന് ശേഷം ഞാൻ വെജിറ്റേറിയൻ ആയതാണ്. ഇതിന്റെ ശേഷം നാളെ ഞാൻ വീണ്ടും വെജിറ്റേറിയൻ ആവും. പക്ഷെ റിവ്യൂ പറയാൻ വേണ്ടി കുറെ കാലത്തിന് ശേഷം ശരിക്കും വിപിൻ ചേട്ടന്റെ കെയർ ഓഫ്, അതായത് വിപിൻ ചേട്ടന്റെ കസിന്റെ ഫ്രണ്ടാണ് ശരിക്കും ഈ ഷോപ്പ് നടത്തുന്നത്. അപ്പൊ വിപിൻ ചേട്ടന്റെ കെയർ ഓഫിലാണ് ഞങ്ങൾക്ക് ആരും മിണ്ടുന്നില്ല. ശരിക്കും ബിരിയാണിന്റെ ഹൈലൈറ്റ് ഫസ്റ്റ് അതിന്റെ റൈസ് ആണല്ലേ. ഇതിന്റെ കുഞ്ഞു റൈസ്, നല്ല ടേസ്റ്റി റൈസ് ആണ്. ആൻഡ് വലിയ മസാല ഇട്ട് പൊതിഞ്ഞിട്ടില്ല, നല്ല ഫ്ലേവർ ആയിട്ട് ഇരിക്കുന്നുണ്ട് റൈസ്. ആൻഡ് എത്രയോ മണിക്കൂർ ദമ്മ് വെച്ചില്ലേ? 2 മണിക്കൂർ. Very nice. I'm impressed. Impressed ആണ് ഞാൻ. Yeah. ഒന്നും മിണ്ടുന്നില്ല കുട്ടികൾ. നമുക്ക് ഒരു കാര്യം ചെയ്യാം, വൈൻഡപ്പ് പറയാം. ഇപ്പൊ ഞങ്ങൾ ഭയങ്കര സ്റ്റാൻഡേർഡ് ആയിട്ട് ഇങ്ങനെയൊക്കെ കഴിക്കാൻ പറ്റുള്ളൂ. അലമ്പായിട്ട് കഴിക്കില്ലെങ്കിൽ നിങ്ങളോട് ടാറ്റ പറയണം. എന്തായാലും ബിരിയാണി ഒരു രക്ഷയില്ല. നിങ്ങൾക്ക് ഇത് ടേസ്റ്റ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഔട്ട്ലെറ്റിൽ പോയിട്ട് ഡയറക്റ്റ് വരാം. ഔട്ട്ലെറ്റ് പോയിട്ട് ഡയറക്റ്റ് പാർസൽ എടുക്കാം. നമുക്ക് ടാറ്റ പറയാം. If you like this video and this biryani, please do like, share and subscribe to my video. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും വരാം. അതുവരെയും bye.